നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതി സമവാക്യവും SIR-ഉം തിരിച്ചടിച്ചെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നില്ല. സർക്കാരിനെതിരായ പ്രചാരണം വോട്ടുകൾ നഷ്ടമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിശദാംശങ്ങളുമായി അനിരു അശോകൻ ചേരുകയാണ്. അനിരു അശോകൻ, നാളെ സംസ്ഥാന സമിതി സമാപിക്കാനിരിക്കെയാണ് CPIM സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. തളിപ്പറമ്പിലെ പരാജയ കാരണം പരാമർശിച്ചിട്ടില്ല. എന്നാൽ ജാതി സമവാക്യവും SIR-ഉം അത് തിരിച്ചടിച്ചു എന്നൊരു കണ്ടെത്തലാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തി നിൽക്കുന്നത്. 14 ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ റിപ്പോർട്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് അവതരിപ്പിച്ചത്. അതിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയാണ് LDF നേരിട്ടത്. 38 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഈ തോൽവിയിൽ ജാതി സമവാക്യവും SIR-ഉം തിരിച്ചടിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതി സമവാക്യം വലിയൊരു രീതിയിൽ ഘടകമായിട്ടുണ്ട്. അതുപോലെ തന്നെ SIR-ഉം ഘടകമായിട്ടുണ്ട്. SIR-കളുടെ വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടാൻ കഴിഞ്ഞത് പാർട്ടിക്ക് വലിയൊരു രീതിയിൽ പാർട്ടി കേന്ദ്രങ്ങളിലടക്കം തിരിച്ചടിയായിട്ടുണ്ട്. കൂടാതെ ഇത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ MV ഗോവിന്ദന്റെ ഭാര്യ മത്സരിച്ച തളിപ്പറമ്പിൽ അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം പരാജയ കാരണമായിട്ടില്ല. അവിടെ ഗോവിന്ദന്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് വലിയൊരു തിരിച്ചടിയായത് എന്ന് പറയുന്നു. കൂടാതെ ഈ സർക്കാരിനെതിരായിട്ടുള്ള വ്യാപകമായിട്ട്, അത് ശബരിമല ആയിക്കോട്ടെ, മറ്റ് വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാനായിട്ടില്ല. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിലടക്കം കൃത്യമായി പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള പ്രചാരണം തെറ്റിദ്ധാരണ ഉണ്ടാക്കി തുടങ്ങിയ വിമർശനങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. ഈ റിപ്പോർട്ടും കൂടെ പഠിച്ച ശേഷമായിരിക്കും ഇനിയൊരു ഇത് സംബന്ധിച്ച് തെറ്റുതിരുത്തലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്ലീനം വിളിക്കണമോ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം റിപ്പോർട്ടുകളിൽ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.